ഇതെന്തായിട്ട് കിണറ്റുകരയിൽ ആൾക്കൂട്ടം? കിണറാന്നുള്ള മനസ്സിലാവില്ലല്ലോ. കിണറാണ് നീ കാണാൻ വന്ന പണ്ട് കിണറ്റി ചാടി. എന്റെ ഫോട്ടോ അങ്ങനെ കുട്ടി നേരത്തെ കണ്ടോ? ഒന്നുമില്ല. ഇറങ്ങിറങ്ങി പോയോ. മോളെ നീ വിഷമിക്കാണ്ടിരിക്ക്. അച്ഛൻ എന്താ മോളിക്കുട്ടി പിടി. അത് കൂടെ ഇല്ലേ മോൾ ഉറങ്ങാൻ കൂടി ഇല്ല. അച്ഛയില് കേറി കളഞ്ഞ് നല്ലോണം പിടിക്കാനില്ലേ? മതിൽ പിടിച്ചോ. പെർഫോമൻസ് നല്ല ബംഗാളിയല്ല അച്ഛാ. അതൊക്കെ എന്തേ കൊടുക്കും. പണി പാളിടാ. आपने अच्छा काम किया भाई. ये लो കിട്ടുമ്പോ കിട്ടും. പക്കടോ ഭായ്. എന്റെ പെർഫോമൻസ് അടിപൊളിയായിനി. അപ്പൊ ശരി, കുറച്ച് പണികളുണ്ട്, ഞങ്ങൾ കൊണ്ടുപോവാട്ടോ. ബംഗാളി തരാ ഞാൻ. നല്ല ബംഗാളി. मुष्टि प्रहार 2 कर्मशः 1 2 3 स्वस्ति. साथियों मिश्र ആഹാ, പണി മുഴുവൻ ഞങ്ങൾ എടുത്ത് എന്നിട്ട് വെള്ളം കുടിക്കണോ മൂപ്പൻ. തീർക്കല്ലേ. ജി ജി എല്ലാവരും നിക്കറൊക്കെ മാറ്റി പാൻ്റാക്കി തുടങ്ങി. നമ്മളിപ്പോഴും പാൻറ് ഇട്ട ഇതിന്റെ ഒരു ഫീല് കിട്ടില്ല. നമ്മൾ ഈ കാക്കി ട്രൗസർ ഇട്ടാലേ നമ്മളാവും. ഈ കാക്കി പാൻ്റൊക്കെ എല്ലാ പോലീസുകാരും ഇടുന്നല്ലേ. ഒരു കണക്കിന് അതും ശരിയാ. ഈ വണ്ടി എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. ഇതന്നെ വീട്. അമ്മോ, അസാധ്യ വീടാണല്ലോ. ദിനേശിന് ഇനി വേറെ വീട് വെക്കേണ്ട കാര്യം എന്താ? ഇടനേരം കാണുന്നില്ലല്ലോ. നോക്കാം. പേടിക്കണ്ട, ഓളും മോളും അളിയന്റെ അടുത്താ. അവരും കൂടെ ഉണ്ടായിരുന്ന ഒരു ധൈര്യം വരുന്നു. ഇതിപ്പോ നമ്മൾ രണ്ടും കൂടി മേടിച്ചു കൂട്ടണം. നമ്മൾ ഇത്രയും പേരുണ്ടാട്ടെ, സഖാക്കളുടെ ഒരു ധൈര്യേ. ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നില്ലേ? നാളെ മുതൽ നീ വരണ്ട. ഞാൻ വരും. വരണില്ല. ഓം നമശിവായ. ഞാൻ ജ്യോത്സ്യൻ ബ്രഹ്മശ്രീ ഡോക്ടർ ശബരീഷ് പണിക്കർ. ശബരിപീഠം എന്ന എൻ്റെ പ്രോഗ്രാമിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്കിതാ ഒരു സുവർണാവസരം. ഇപ്പം തന്നെ വിളിക്കൂ. എൻ്റെ നമ്പർ നിങ്ങൾക്കറിയാമല്ലോ. അറിയാത്തവർക്കായി ഞാൻ ഒരിക്കൽ കൂടി പറയാം. 98470555 പിന്നെ 35 കൂടി. അങ്ങനെ മൊത്തത്തിൽ 55. രാഹുകേതു, രാശിമാറ്റം, ജോലി മാറ്റം, സ്ഥലം മാറ്റം, വസ്തുതർക്കം, ദാമ്പത്യ കലഹം, ദാമ്പത്യ സൗഖ്യം എന്നീ വിഷയങ്ങളിൽ ഞാൻ നേരിട്ടും ഇടപെടുന്നതായിരിക്കും.
അതുപോലെ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ള എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ ഡിങ് 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 അമർത്തുക. കോൾ വിളിച്ചോളൂ. ആദ്യത്തെ കോൾ വന്നല്ലോ. എന്താ സഹോദര? പറഞ്ഞോളൂ, എന്താ വിഷയം? ഇത് തന്നെയല്ലേ സ്ഥലം? ഇതാണ് സ്ഥലം. ഇത് വേണോ? എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, ഒന്ന് കേറി നോക്കാം. എന്നാ ആദ്യം നീ പോയി നോക്ക്. ഞാനാ ചെല്ല്. വലിയ സഖാക്കന്മാരാന്ന് പറഞ്ഞ് നടക്കും, ഒരെണ്ണത്തിനും ധൈര്യമില്ല. നിങ്ങൾക്ക് പൈസ തരാനുള്ള ആളുടെ അടുത്ത് പോയി നിരന്തരമായി ശല്യപ്പെടുത്തുക, അപ്പൊ പൈസ കിട്ടും. ഓ എന്താ, ആരാ? നോക്കിക്കാനാണോ? കുറച്ചേരം വെയിറ്റ് ചെയ്യ്, ഞങ്ങളുടെ പ്രോഗ്രാമിലാ. പറ വേണു. മുരളി മുരളി പറ. എന്നാ പിന്നെ പറഞ്ഞ പോലെ ചെയ്. ഇതെല്ലാം മാറ്റിക്കോ. കഴിഞ്ഞു. ഇതാ എന്റെ സെൽഫി സ്റ്റിക്ക്, സൂക്ഷിക്കണം കേട്ടോ. ആരാ? എന്താ? ഞങ്ങള് വെറുതെ ഒന്ന് പണിക്കരെ കാണാൻ വേണ്ടി വന്നതാ. നോക്കാൻ ഇങ്ങനെയാണോ വരുന്നേ? മോമോടിയൊക്കെ ഇട്ട് അഴിച്ചു മാറ്റിട്ട് ഇരുന്നോളുക. സജി, ഇതിലാരെയാ നോക്കേണ്ടത്? എനിക്ക് പ്രശ്നമൊന്നുമില്ല. ബനാ, എന്താ പേര്? ദിനേശൻ. നാളോ? നക്ഷത്രേ? പൂരാടം. കരിമ്പൂരാടം ആയിരിക്കും, നോക്കിട്ട് പറയാം. കസ്റ്റമേഴ്സ് വന്നിട്ടാണ് അത് കെണ്ണലി. നേരത്തെ എണ്ണയിച്ചൂടെ? കുജന്റെ ഇപ്പോഴത്തെ കിടപ്പനുസരിച്ച് നാരി സാഹിബ്യം കാണുന്നുണ്ടല്ലോ. കുഞ്ചനല്ല, എൻ്റെ പേര് ദിനേശ് എന്നാ. ഇയാളാരാ? മൈൻഡ് ചെയ്യണ്ട പണിക്കരെ, യു കണ്ടിന്യൂ. പ്രണയത്തിലാണല്ലേ, മനസ്സിലായി. മംഗല്യോ അടുത്ത് തന്നെ ഉണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തടസ്സം നേരിടുന്നുണ്ടോ? ഉണ്ട്, എനിക്ക് ഉറപ്പാ. ശുക്രന്റെ സ്ഥാനത്ത് ശരി നിൽക്കുകയല്ലേ ഇവിടെ. തറവാട്ടിൽ അപകടങ്ങൾ നടക്കുന്നുണ്ട്, പോരാത്തതിന് ധനനഷ്ടം. ദിനേശൻ അത് പ്രശ്നമാണല്ലോ. പ്രശ്നം? ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ 13 ആളുകളുണ്ട്. ഇങ്ങനെ ചുമ്മാ കൂട്ടായി പാട്ടോ. അവിടെ ഇവനോടൊക്കെ ആകെ 4 പേരല്ലേ ഉള്ളൂ. ഞാൻ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യമല്ല ഉദ്ദേശിച്ചത്. പിന്നെ ദിനേശ, ഗണിച്ചതനുസരിച്ച് തൻ്റെ കാര്യം കുറച്ച് കുഴപ്പത്തിലാണല്ലോ. താനും തൻ്റെ വീട്ടുകാരും കൂടാതെ പ്രേതാത്മാക്കളും പരതാത്മാക്കളുമായി തൻ്റെ തറവാട്ടിൽ 13 ആളുകളുണ്ട്. അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാണ്ട് തൻ്റെ പ്രശ്നങ്ങൾ ഒരു കാലത്തും തീരാൻ പോകുന്നില്ല. അല്ല, അതിനിപ്പോ എന്താ ചെയ്യാ? ആവാഹിക്കണം എന്ന് പറഞ്ഞ ഓടി നടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആത്മാക്കളെ പിടിച്ചു കെട്ടണം. ആവാഹിക്കാനിപ്പോ ഞാനൊരു കർമ്മയെ പരിചയപ്പെടുത്തരാം. അയാളെ പോയി കാണണം. ലിസ്റ്റൊക്കെ അയാൾ തരും. വീടിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് തന്നെ കളം വരച്ച ആവാഹനം നടത്തണം. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ശരി. ആവാഹനം ഇവിടെ വെച്ച് നടത്താൻ പറ്റുമോ? ഇവിടെ ആരെ? എൻ്റെ അമ്മായിപ്പനാണ് ആവാഹിക്കേണ്ടത്. ഓ, ഭാഗ്യം കേട്ടില്ല. എടോ, പ്രേത സ്ഥലത്ത് വെച്ച് തന്നെ ആവാഹനം നടത്തണം, എന്നാലേ പരിസ്ഥിതി ഉണ്ടാവും. ശരി, മനസ്സിലായോ? താൻ ഈ കർമ്മയെ പോയി കാണേ, ആള് ബഹുമെടുക്കണ. ഞങ്ങള് നല്ല കമ്മ്യൂണിസ്റ്റുകാരാണ്. ഞങ്ങൾക്ക് ഈ പരിപാടിയിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. ആണോ? വിശ്വസിച്ചോളും. ഇത് കഴിയുമ്പോ നിങ്ങൾ ശരിക്കും വിശ്വസിച്ചോളും. വിശ്വസിക്കല്ലേ? വിശ്വസിക്കും, എനിക്ക് ഉറപ്പാ. വിശ്വസിക്കും ദിനേശ. ഇവിടെ എളുപ്പം വരണുണ്ടോ? ഒരു മിനിറ്റ്,
ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. മൂപ്പർ ഒരു ആവാഹനത്തിലാണ്. ശരി. വാഹനത്തിലോ? വാഹനത്തിലോ? ആവാഹനത്തിൽ. പണിക്കർ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. തിരുമേനി വരട്ടെ. പിന്നെ മൂപ്പർ വരുമ്പോ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞോട്ടോ. 13 ആൾക്കാരുടെ കാര്യമില്ല പറഞ്ഞ. ഒരു 13 പൊറോട്ട പാർസലേ. കണ്ട സത്യം നിമിത്തം 13 20 തരും. ഈ അടുപ്പം കല്ല് ഞാനിരില്ലും, ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കേണ്ടതല്ല. ഒന്നല്ലോ. ബീഫ് കറി, മത്തിക്കറി, അയില മുളട്ട് ഇല്ല എന്നാണ്ട്. എന്റെ സ്വാമി അതല്ല. വേറെ കറി 13 ആൾക്കാർ ആവാഹിക്കാൻ പറ്റില്ല. പണിക്കർ അയ്യോ, ആവോലിക്കറി ഇപ്പൊ ആവോലിയല്ല, പണിക്കർ വണ്ടി വന്നതാണ്. ആവാഹനം നേരത്തെ വേണ്ടോ? പണിക്കര് പറഞ്ഞിനി റെഡിയാക്കാം. അതിപ്പം എത്രയാവുന്ന് ഒന്ന് പറയാം. 13 ആത്മാക്കള് കുറച്ച് കഠിനാണ്. ഒരു 10,000 രൂപ വെച്ചിട്ട് ഒരു 2 10 20 ഒന്ന് കൂട്ടിയോ കൂടാ. വെയിറ്റ് ശരി, വെയിറ്റ് ചെയ്യാം. ഏണിമാമ മതിയാ. 10,000 പൂജ്യം പൂജ്യം വേണ്ടേ? വേണം. 1,30,000 രൂപ. പിന്നെ എൻ്റെ 2,000 രൂപ. സ്വാമി എന്ത് എന്താ കാര്യം? ഓനൊരു 1,000 രൂപ കൊടുക്കണം. കണക്കൂട്ടിയില്ല എങ്ങോട്ടാ? മൊത്തം 3,000. 1,33,000 രൂപ. അല്ല 13 ആൾക്കാർ നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകാണല്ലോ, അപ്പൊ എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് ഉണ്ടാവില്ലേ? ഈശ്വരാ, സുഹൃതക്ഷയം, ആത്മാക്കൾക്ക് ഡിസ്കൗണ്ടാ? എന്തായി പറയുന്നത്? നമുക്ക് വാവനെല്ലാം കാക്ക നമ്മളെ വീട്ടിലേക്ക് വരും. 10 പൈസ കൊടുക്കണ്ട, ഫ്രീയാ. ഇതോ 13 ആത്മാക്കളെ ആവാഹിക്കണം. കുറച്ച് പണിയുണ്ട്. ഈ ആത്മാക്കളെ കാര്യത്തിൽ ഞാൻ അകടെ പിടിച്ചിട്ടാ കുറക്കണ്ട്. ഒരു കാര്യം ചെയ്യാം, ഈ ആത്മാവിന്ന് ഒരു 500 രൂപ അങ്ങനെ കഴിച്ചേ. ആയിക്കോട്ടെ, ഒരു നല്ല കാര്യത്തിനല്ലേ. ഞാൻ പിന്നെ ഇടപെടാക്കി തരും. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. നിന്റെ എത്ര എടുക്കാനുണ്ടോ? എവിടുന്ന്? അപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആക്കണ്ട. നിങ്ങൾ വലിയ കൂട്ടുകാരല്ലേ, നിങ്ങൾ ഒന്ന് ഒത്തുപിടിച്ചാ അടിപൊളിയാക്ക സംഭവം. അടിപൊളിയാക്കേ? അല്ല, അയ്യോ, നമ്മളെ പൊറോട്ട അടി പിടിച്ചിട്ടുണ്ടാവാ. ദിവ്യനാണ് ദിവ്യൻ. അപ്പൊ പറഞ്ഞൊക്കെ ഓക്കെ. കണ്ടിട്ട് പവറുള്ള ആളാന്ന് തോന്നുന്നുണ്ട്. ആണല്ലേ? എന്താണത്? ലെനിന്റെയും മാക്സിന്റെയും പാതയിൽ ജീവിക്കുന്ന അടിയുറച്ച സഖാവിന് അതേ പാത പിന്തുടരുന്ന യുവതികളിൽ നിന്നും വിവാഹാലോചനകൾ അർജന്റായി ക്ഷണിച്ചുകൊള്ളുന്നു. ഓക്കെ. ഈ അർജന്റായിട്ട് എന്നുള്ളത് വേണോ? എടോ, എനിക്ക് അർജന്റായിട്ട് ഒരു കല്യാണം വേണോ? പറയുന്നാട് ചെയ്താൽ മതി. എന്നാ അതിന്റെ കൂടെ പാർട്ടിന്റെ ചിഹ്നം കൂടി ഞാൻ കുറച്ച് സിംപിൾസിറ്റി അവതരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഇതെന്താടാ ഇത്? ഇത് ഇന്നലെ ചെറിയൊരു നോർത്ത് കൊറിയൻ സാധനം പരീക്ഷിച്ച ചേച്ചി. നോർത്ത് കൊറിയൻ സാധനം വേറെ എന്തെങ്കിലും കയ്യിലുണ്ടാ? ഒന്നുമില്ല ചേച്ചി. പിന്നെന്താ? പോക്കറ്റിലെന്താ? പോക്കറ്റിലെന്താ? കൈ മാറ്റടാ. കൈ മാറ്റാൻ. ഇതെന്താടാ ഇത്? അതൊരു ഓലപ്പടക്കല്ലേ ചേച്ചി. കരച്ചിൽ നിർത്തടാ. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇമാരി പൊട്ടണ സാധനം കൂടി ഇതിനകത്ത് കയറായിരുന്നു. പറഞ്ഞിട്ടുണ്ടോ? പോടാ, പോയി കളഞ്ഞിട്ട് പോടാ. പോടാ, പോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? കേരളകുമാരന്റെ ബ്രാക്കറ്റിൽ കേക്കേന്ന് ഇത്. ഇങ്ങനെയുണ്ട്. നന്നായിട്ടുണ്ട്. അയ്യോ, ഓടിക്കോ! ചേട്ടാ, എന്റെ മുതലാളി ഇവിടെ ഉണ്ടോ? ആ മുതലാളി, നമ്മുടെ സൈറ്റിലെ പണിയുടെ എടാ, ഈ വർക്ക് സൈഡിലെ കാര്യങ്ങളൊക്കെ ഞാൻ ആടെ വന്നിട്ട് പറയാ. നീ എന്താ ഇവിടെ? ആ സൈറ്റിൽ ഞാൻ ഇനി പോകുന്നില്ല മുതലാളി, പോകുന്നില്ല. എന്താ? രാവിലെ എണീക്കണം, കുളിക്കണം, പല്ല് തേക്കണം, ഇതൊക്കെ എനിക്ക് അലർജിയാണ്. ആ ഞാനേ ചോട്ടുക്കൂനെ കൂടി വിളിക്കട്ടെ? ചോട്ടൂനെ കൂട്ടി പോകാൻ പറ്റിയൊരു വർക്കല്ല അത്. നീ ഒറ്റയ്ക്ക് ചെയ്താൽ മതി. മുതലാളി 2-3 മാസത്തെ പൈസ എനിക്ക് ബാലൻസ് ഉണ്ട്. പൈസ തേട്ടോ, പൈസ എടുക്ക്. നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൈസ വാങ്ങണ്ടല്ലോ. എന്താണ് മുതലാളി, 3 മാസത്തെ പൈസ ആണ് എനിക്ക് ബാലൻസ്. ബാക്കി തേതോ. ഏടാ, 3 മാസത്തെ പൈസ ഞാൻ കേരളത്തിലേക്ക് അയച്ചില്ലേ? അവിടെ പൈസ നെയ്യായ ട്രെയിന് കയറി അവിടെ എത്തണ്ടേ? ശരിട്ടാ. അങ്ങനെയാണെങ്കിൽ മാക്സിമം കോൺഫിഡൻസ് കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസിലേക്ക് ബംഗാളിനെ പറ്റിച്ചില്ല മുതലാളി. അത് എന്ത് പറഞ്ഞാലും ചേച്ചി, ഇനി എന്തെങ്കിലും ഹാക്ക് ചെയ്യണ്ടോ? നീ ഇന്നലെ ഹാക്ക് ചെയ്തതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല.
സംസ്ഥാന കമ്മിറ്റി വരെ എത്തിയിട്ടുണ്ട്. എന്റെ പൊന്നു മോനെ, നീ ഇത് പോളിറ്റ് ബ്യൂറോ വരെ എത്തിക്കല്ലേ. ചേച്ചി നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഇതേ, പിന്നെന്തിനാ എൻ്റെ അടുത്ത് ചൂടാവുന്നത്? ഓക്കെ, ഇനി ആ വാട്സപ്പിലെ മുകളിൽ വലതുഭാഗത്ത് കാണുന്ന 3 കുത്തില്ലേ, അതിന് ഞെക്കുക. ഞെക്ക്. എൻ്റെ ഇതൊരു കുത്തല്ലേ ഉള്ളൂ മോളെ. ഒരു കുത്തോ? ഈ കണ്ണട വെച്ച് നോക്കി, ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഉള്ള കുത്തും കൂടി കാണൂല. ഇനി മുതൽ നമ്മുടെ പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ ഫേസ്ബുക്ക്, വാട്സപ്പ് ഇതിലൂടെയൊക്കെ ആയിരിക്കോട്ടെ അറിയിക്കുക. അപ്പോൾ നമ്മളെല്ലാവരും പഠിച്ചിരിക്കണം. ഓക്കെ? ആ, ഫേസ്ബുക്കിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ദിനേശൻ മാഷ് പഠിപ്പിച്ചു തരും. എന്താ? നീ പഠിപ്പിക്ക്, നീയല്ലേ അതിൽ എക്സ്പേർട്ട്. ഞാൻ പഠിപ്പിച്ചോളാം. മോളെ, ആ ഈ ഓൺലൈനിലുള്ളത് വേറെ ആരും കാണാണ്ടിരിക്കുക എന്തെന്നാ ചെയ്യണ്ടേ? അത് ഓഫ്ലൈൻ ആക്കി ഞാൻ പഠിപ്പിച്ചു തരാം. രാത്രി കുത്തിരി ഫുൾ ചാറ്റിംഗ് അല്ലേ? ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഓഫ്ലൈൻ ആദ്യ സമയം വേണ്ടിയല്ലോ കേട്ടോ. ഇതാ ഇവിടെ എങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെയാക്കി ഭക്ഷണം കഴിച്ചിട്ടാ ദിനേശ, തുടങ്ങിട്ടോ. പാട്ട് കുറച്ച് ഒച്ചത്തിൽ വെച്ചു. ഇല്ല, കട്ട് ചെയ്യുന്നില്ല. പന്തും വിളക്കും പൊരന്നേര് കത്തിക്കയാള് എല്ലാം കത്തിക്കുന്ന തോന്നുന്നു. തുടങ്ങാൻ പോകുന്നു. നെയ്യെടുക്കുക. ആശാനെ നെയ്യില്ല, ഡാൽട്ട ഡാൽട്ട. പിന്നെ വേറെ പാടാ. മരിച്ച ആത്മാക്കൾ വരുമ്പോ പൊറോട്ട എന്നിട്ടാ മരിച്ചെങ്കിലോ? അതെ, ഞാനെന്നാ താഴത്തേക്ക് പോട്ടെ. അച്ഛമ്മക്ക് ഇനി സംശയമൊന്നും തോന്നണ്ട. അടിക്കാണ്ട് ചെയ്യാൻ പറ്റുമോ? 2 പെഗടിച്ചിട്ട് കൈവറിച്ച് കളയും. അതല്ലെന്ന്, ഈ മണി അടിക്കാതിരിക്കാൻ പറ്റുമോ? ഇതൊരു പാർട്ടി ഗ്രാമം ആയതുകൊണ്ടേ. അങ്ങനെ ചെയ്തൂടെ? മണി അടിച്ചിട്ടെങ്കില് അടിക്കാത്ത പൊറോട്ട പോലെ ആവും. കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. പിന്നെ 10-13 നാള് ഈ മണിയടിന്റെ ശബ്ദം കടിച്ച് വെറുത്തിട്ട് പോണം ഇല കയറി പോകാൻ വേണ്ടിട്ട്. വലിയ പണിയാണ്. ഓ ഗൃഹനാഥ, ആ പീഠത്തിൽ അങ്ങോട്ട് ഇരിക്കുക, എന്നിട്ട് കണ്ണടക്കുക. നിങ്ങളും കണ്ണടക്കുക, എന്നിട്ട് കൈകൂപ്പുക. കണ്ണടയ്ക്ക, കൈ കൂപ്പൂല. കൈകൂപ്പുക. കൈകൂപ്പ്. കൂടോ ഏകം. കരുത് ഇടത് ഭാഗത്തേക്ക് അങ്ങോട്ട് മാറ്റി വെക്കുക. ഇടതേത് വലതേന്നറിയാത്ത ദ്വയം. ത്രയം. ത്രയം? Yes, 3 packs. പറഞ്ഞല്ലോ തീർത്ഥം ചരാത്തിലും കൂടാ. ആശാനെ ഞാനല്ല കിട്ടിയാ. എല്ലാവരും കണ്ണ് തുറക്കുക. കേറിയൊരെണ്ണം തിരിച്ചിറങ്ങിയിരിക്കണോ? പിടിച്ചിട്ട് കിട്ടിട്ട കേറിയൊരെണ്ണം തിരിച്ചിറങ്ങിയിരിക്കണോന്ന് മര്യാദക്ക് എവിടെയും കെട്ടിടി. ഹലോ, 10. നേരത്തെ നീ എന്നോട് 11 അല്ലേ പറഞ്ഞു? അത് ഒന്നിനെ പിടിച്ചിട്ട് കിട്ടുന്നില്ല പോലും. ഭയങ്കര പാടാണ്. കിട്ടണല്ലേ? ആ, കിട്ടുന്നില്ല. ഗിരിയേട്ടൻ വന്ന് തോന്നണേ. ഒരു സെക്കൻഡ്, അവരോട് മണിയടി നിർത്താൻ പറയും കേട്ടാ. മണിയടി നിർത്താൻ പറയും. ഗിരിയേട്ടൻ വരുന്നുണ്ട്. ഗിരിയേട്ടൻ വരുന്നുണ്ടോ? ഗിരി വരുന്നുണ്ട്. അതാരെ ഗിരി? ആള് കൂടിയാ പൈസ കൂടിയ എല്ലാ തന്നെ നഷ്ടക്കച്ചവട. സ്വാമി ഇത് അടിക്കുന്നത് നിർത്ത്. ഈടെന്താ ഒരു പോകാൻ പാട്ടല്ല? അത് ഇളയമ്മ കൊതുവിന് പോച്ചാ. ആണാ? തൽക്കാലം ഞാൻ പാട്ട് ഓഫ് ചെയ്യേ. ഓഫ് ചെയ്യണ്ടല്ലോ. പോയി ഓഫ് ചെയ്യടാ. ഒരു പാട്ടും പോകെ. എടോ താങ്കളുടെ ആശാന്റെ മണി കയറി പിടിച്ചേ. ഞാൻ കാണിച്ചു തരാം. അത് ഐഡിയ. ആശാന്റെ മണി കൈ വിടറാ. അടി മുട്ടാത്ത മണിയാ.
അത് നടക്കൂല പോലെ സ്വാമി അടുത്ത കണ്ണടയ്ക്കാറായോ? ആഹാ ആദ്യം മണിയുടെ കാര്യത്തിൽ തീരുമാനിച്ചു മതി. ഇവിടുത്തെ മന്തു കുന്തു കൂന്ത്രാണ്ടല്ല സാധനം എടുക്കടാ. അറിയാതെ പറ്റിപ്പോയതാ. ബാക്കിയുള്ള ആത്മാക്കളെ എങ്ങനെയെങ്കിലും ഒന്ന് അവായിച്ചു തരണം. ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ മന്ത്രത്തിന്റെ ശക്തി പറയും. സാധനം തീർത്ത് അടിക്കട്ടെ. സ്വാമി നിങ്ങളോട് ക്ഷമിച്ചിരിക്കണു. ആ പീഠത്ത് പോയിരിക്കുക. രണ്ടാളും അങ്ങനെ ഇരിക്കുക. കണ്ണടക്കുക. കണ്ണടച്ച് പ്രാർത്ഥിക്കുക എല്ലാരും. എന്താ പ്രാർത്ഥിക്കുക? ആ നക്കി. അല്ല അച്ഛമ്മ ഇങ്ങനെ വയ്യാണ്ട് കിടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വയനാട്ടിൽ ട്രിപ്പ് പോകണോ? അവിടെ എന്ത് കാണാനാണ്? അയ്യോ അച്ഛമ്മയുടെ ആവശ്യത്തിന് വേണ്ടി തന്നെ ഞങ്ങൾ പോകണം. മറ്റേ കാട്ടിക്കുളത്തെ വൈദ്യനല്ലേ, വൈദ്യന്റെ തൈലം പൊട്ടിയ ഏത് പൊട്ടിയാലും സെറ്റ് ആവും അത്ര. അതെയോ? എന്നാ നല്ലതാ. അല്ലെങ്കിൽ ഞാനും കൂടി വന്നാലോ? എന്നാ ഞാനും കൂടി വരാം. വയനാട്ടിലേക്കല്ലേ, നല്ല കുളിരായിരിക്കും. നീ എങ്ങനെ വരാം? നിനക്ക് സ്കെച്ചുള്ളല്ലേ ഗിരി? എടാ ഈടുന്ന് സ്കെച്ച് ഇട്ട് കഴിഞ്ഞാൽ ഈടുന്ന് തന്നെയല്ലേ തീർക്കൂ. അതല്ലേ ഒരു രീതി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ നാളെ ചിലപ്പോ വക്കീലിന്റെ കോള് വരും കേസിന്റെ കാര്യത്തിന്. മൂപ്പരുടെ വിളിയെല്ലാം പെട്ടെന്നാ. എന്നാ പിന്നെ ഞാനൊന്നേ കുളിച്ചിട്ട് വരാം. പോട്ടെ. അല്ല അപ്പൊ മാഷ് പോകുന്നില്ലേ? ഞാൻ പോണില്ല, നിങ്ങൾ പോയിട്ട് വാ. എനിക്ക് നാളെ പാർട്ടി ഉണ്ട്. എന്നാ പിന്നെ ഞങ്ങള് നിക്കുന്നില്ല. ശരി, താങ്ക് യു. ആവാഹനം കഴിഞ്ഞിരിക്കണു. എല്ലാവരും കണ്ണ് തുറക്കുക. 13 എണ്ണവും കേറിയിട്ടുണ്ട്. 13 ആശാനെ, 17 കയറിയിട്ടുണ്ട്. അതെങ്ങനെ? സൈഡിലേക്കൂടെ ഞാനൊരു 4 നൈസായിട്ട് വേറെയും കയറ്റിട്ടുണ്ട്. അപ്പൊ നിന്റെ 500 കട്ട് എല്ലാരും എടുത്ത് പാക്ക് ചെയ്ത് വേഗം കുട്ടി ചെന്ന് ഗൃഹനാഥനെ ഇങ്ങോട്ട് വിളിക്കുക. എന്നിട്ട് നമ്മുടെ കാൽപാദങ്ങൾ തൊട്ട് അനുഗ്രഹങ്ങൾ വാങ്ങി ഇതാ അങ്ങനെ ഏറ്റുവാങ്ങുക. ഇടവും വലവും നോക്കാതെ തിരുനെല്ലിയിൽ പോയി കൊണ്ടൊഴുക്കുക. ഒഴുക്കാൻ മറന്നാലും നമ്മൾ ദക്ഷിണ മറക്കല്ലേ. എന്റെ മടി നിന്നെ ഇവിടെ വിളിക്കുന്നു, നീ വേഗം വാ. പ്രേതങ്ങളെല്ലാം കുത്തിക്കെറ്റി. വേഗം വാ. കേട്ടാൻ കുറച്ച് പണിയെടുത്തിട്ടുണ്ടെങ്കിലും സംഭവം ഇരുള്ളുണ്ട്. നിങ്ങൾ പോയി ഒഴുക്കുക, തിരിച്ച് വീട്ടിലേക്ക് വരിക. നിങ്ങൾക്ക് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. സ്വാമിയെ പറയും. അങ്ങനെ വഴി പോകണ്ട. ശരിയാ, സ്കൂളിലെ ബാക്ക് കൂടി എല്ലാരും എണീപ്പിക്കോ? ഒന്ന് വേഗം നോക്ക്. ഒച്ചപ്പാടില്ലാണ്ട് എടുക്ക്. ഇത് ചാട്ടാന്നില്ല. ഡീസലുണ്ടോ? നീ എന്തി കളിക്കുന്നേ? ഈ നട്ടപ്പാരി കൊച്ചായിട്ട് ആൾക്കാർ എന്തായാലും ശ്രദ്ധിക്കും. അവര് ചോദിക്കും. വേഗം എടുത്തേ, കളിക്കില്ലേ കേക്കേ. പഠിച്ചോനെ ഞങ്ങൾ കാത്തോളൂ. കളിക്കാണ്ട്